അത്രയും ഒരു ശുദ്ധിയിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. നമുക്ക് ചുറ്റും ഇങ്ങനെ ഹോസ്റ്റിലിറ്റിയുടെ, ഈ വിദ്വേഷത്തിൻ്റെ വിളംബരങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഭയപ്പെടുത്തുന്ന ഒരു വിചാരം അത്. ഓരോ ദിവസവും കഴിയും തോറും മനുഷ്യർ കൂടുതൽ അടുപ്പത്തിലേക്ക് വരികയും മനുഷ്യർ മതിലുകളെക്കാൾ കൂടുതൽ പാലങ്ങളിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുമെന്നൊക്കെ നമ്മൾ കരുതുമ്പോൾ ഈ അവശേഷിക്കുന്ന പാലങ്ങൾ പോലും ഇങ്ങനെ തകർക്കാനുള്ള ശ്രമങ്ങൾ തെളിഞ്ഞും മറഞ്ഞും ഒക്കെ ചുറ്റും നടക്കുന്നുണ്ട്. നമ്മൾ വളരെ റെസ്പെക്റ്റ് ചെയ്യുകയും നമ്മൾ മാതൃകയായിട്ട് കണക്കാക്കുന്ന മനുഷ്യർ പോലും അത്തരം ചില വിദ്വേഷങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളത് ഭീതി ഉണർത്തുന്നൊരു വിചാരം. കഴിഞ്ഞ ദിവസത്തെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ടല്ലോ, ഒരു ഗ്രാമം യേശുവിനെ സ്വീകരിക്കുന്നില്ല. സമരിയ ഗ്രാമമാണ് അത്. അപ്പോൾ പറഞ്ഞ ശിഷ്യന്മാർ പറയുന്നൊരു വാക്കുണ്ട്, ആകാശം തീയിറക്കി നമുക്ക് ഈ നഗരത്തെ നശിപ്പിക്കാം. അടുത്ത വരി എന്താണെന്ന് നിങ്ങൾ ഒന്നാം ഭാഗം എടുത്ത് വായിക്കണം. അവനവരെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ഭരിക്കുന്ന ഏതാത്മാവാ? ഈ വിദ്വേഷം പറയുകയും പ്രചരിപ്പിക്കുകയും അതിനു മീതെ ഭീതി ഉണർത്തുകയും അതിൻ്റെ ഭയത്തിൽ ഇങ്ങനെ നിങ്ങളുടെ ഉറക്കം കളയുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർ, നിങ്ങളതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ന് വിളിക്കണ്ട. ആർക്കും എതിരെയും വിരൽ ചൂണ്ടാനായിട്ടുള്ള ഒന്നിൻ്റെ പേരല്ല സുവിശേഷം. നമ്മളെ ഭരിക്കുന്ന ഏതാത്മാവ്. വലിയ സ്നേഹശുദ്ധീകരണത്തിന് വേണ്ടി മാറ്റിവെച്ച ഈ 50 ദിവസത്തിൻ്റെ 2 വാരം മാത്രം അവശേഷിക്കുമ്പോൾ ഈ സ്നേഹത്തിലല്ലാതെ നമ്മൾ ചിലവഴിച്ച ഈ 40 ദിവസങ്ങളെ ഓർത്തിട്ട് ഒരു റിഗ്രറ്റ് ഉണ്ടായെന്നല്ല. ശിഷ്ടമുള്ള ചില ദിനങ്ങൾ കുറച്ചുകൂടി സ്നേഹത്തിൽ ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ പെന്തക്കോസ്ത നിങ്ങൾക്ക് വ്യക്തിപരമായ അനുഭവമായിട്ട് മാറും. കാറ്റിങ്ങനെ വീശുന്നുണ്ട്. റൂഹ എന്ന് പറഞ്ഞ വാക്കാണ് നമ്മൾ കലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? കാറ്റ്, ദ വിൻഡ്. നമുക്ക് മീതെ ഈ കാറ്റ് വീശുന്നുണ്ട്, സ്നേഹത്തിൻ്റെ കാറ്റ് വീശുന്നുണ്ട്. എന്നിട്ടും ചെറിയ ചെറിയ വയൽവരമ്പുകൾ കൊണ്ട് നമ്മൾ ഈ പുഴയും വയലും തമ്മിൽ വേർതിരിക്കുന്ന കണക്ക് ഈ ചുറ്റിനുമുള്ള സ്നേഹ പ്രവാഹത്തെ തടസ്സപ്പെടുത്തിയ ചില കൈക്കോട്ടുകളെടുത്ത് ഈ പറഞ്ഞ വരമ്പുകളെ ഒന്ന് വെട്ടി മാറ്റാൻ കഴിയുമ്പോൾ ഈ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്ന നമുക്കൊരു സ്നേഹസമാധി തരുമെന്നൊക്കെ ഉള്ള ആ വലിയ വിശ്വാസത്തിൻ്റെ പേരാ പെന്തക്കോസ്ത. അങ്ങനെ ഒരു വ്യക്തിപരമായ അനുഭവമായിട്ട് ഈ സ്നേഹം നമ്മളെ കീഴ്പ്പെടുത്തും. അത്തരം ഒരു പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരുക്കം പരമാവധി ഈ വിദ്വേഷ വിചാരങ്ങളിൽ നിന്ന് അകലം സൂക്ഷിക്കാനുള്ളതാണ്. പകയുടെയും വെറുപ്പിൻ്റെയും ഒക്കെ സന്ദേശങ്ങൾ എല്ലാ കാലത്തിലും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കാടിൻ്റെ പശ്ചാത്തലമുണ്ട്. ഒരു പകയുടെയും മത്സരത്തിൻ്റെയും ഒക്കെ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാലങ്ങളിലും അത് തിന്നുന്ന മനുഷ്യരെ എല്ലാ കാലം ഉണ്ടായിരുന്നു. പകർന്ന് ജീവിക്കാനൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. എപ്പോഴും നമ്മുടെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ടെന്നാണ് പറയുക. തെരഞ്ഞെടുപ്പുള്ള 2 കാര്യങ്ങൾ നിൽപ്പുണ്ട്. യേശുവിൻ്റെ പീഡാസഹന യാത്ര ആരംഭിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്. പിലാത്തോസ് 2 പേരെ ഈ ആൾക്കൂട്ടത്തിന് മുമ്പിൽ നിർത്തിയിട്ട് പറയുകയാണ്, ഇവരിൽ ആരെയാണ് ആവശ്യം? നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളുടെ മുമ്പിലും ഈ 2 പേര് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ഈ വെറുക്കുന്ന മനുഷ്യനെ വേണോ, സ്നേഹിക്കുന്ന മനുഷ്യനെ വേണോ? എവരി സെക്കൻഡ് ജീവിതം കടന്നു പോകുന്ന ചോയ്സ് അതാണ്. നിങ്ങൾക്കൊരു വെറുക്കുന്ന മനുഷ്യനെ വേണോ, അതോ സ്നേഹിക്കുന്ന മനുഷ്യനെ വേണോ? ആ പേര് പോലും ഒന്ന് ആലോചിച്ച് നോക്ക്, ബറാബാസ്. ആ വാക്കിൻ്റെ അർത്ഥം അപ്പൻ്റെ മകൻ എന്നാ. ബാർ ജോന എന്നൊക്കെ നമ്മൾ കേൾക്കാം, ജോനയുടെ മകനായ ഒക്കെ. അപ്പം ഇതും അപ്പൻ്റെ മകനാണ്, അതും അപ്പൻ്റെ മകനാണ്. ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ പേരുകൾക്കകത്ത് പോലും ഉണ്ടാകുന്നൊരു സാമ്യമൊക്കെ ഉണ്ട്. എന്ന് വെച്ചെന്നാൽ പരസ്പരം കൺഫ്യൂസ്ഡ് ആകാവുന്ന വിധത്തിലുള്ള 2 സാന്നിധ്യങ്ങളുണ്ട്. ദിവസം പറയുന്നില്ല നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ജീവനവും മരണവും വെച്ചിട്ടുണ്ടെന്ന്. എന്തായാലും അർത്ഥം, നിങ്ങൾ ഈ വെറുപ്പിൻ്റെ മനുഷ്യനെ ഓപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ മരണം സുനിശ്ചിതമാക്കുക. നിങ്ങൾ ഈ സ്നേഹിക്കുന്ന മനുഷ്യനെ ഓപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ജീവന്റെ സമൃദ്ധി എന്നൊക്കെ പറഞ്ഞ് യേശു വെച്ച് നീട്ടുന്ന വലിയ സ്വപ്നത്തിന്റെ പങ്കാളിയാവുക.